ഇവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴി ഇലവീഴ പൂഞ്ചിറയിലേക്കും നേരെയുള്ള വഴി ഇല്ലിക്കക്കല്ലിലേക്കുമാണ്. വളരെ മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇല്ലിക്കക്കല്ല്. നമ്മളിപ്പോൾ ഇല്ലിക്കക്കല്ലിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും താഴ്വരകളും, പിന്നെ നല്ല മഴക്കാറ് ഉണ്ട്, പിന്നെ വെയിലും തെളിയുന്നുണ്ട്. പോകുന്ന വഴി മഴയാണോ എന്ന് അറിഞ്ഞുകൂടാ. പ്രകൃതി ഭംഗി ആസ്വദിച്ചാൽ മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമയാണ് അനുഭവപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോട്ടയം ജില്ലയിലെ ഉയരമുള്ള കൊടുമുടി എന്നും പ്രകൃതി മനോഹരമായ ഒരു മലഞ്ചെരിവെന്നും നമുക്ക് ഇല്ലിക്കക്കല്ലിനെ വിശേഷിപ്പിക്കാം. മൂന്നിലവ്, തലനാട് എന്നീ ഗ്രാമങ്ങൾക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇല്ലിക്കൽക്കല്ല്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6000 അടി ഉയരത്തിലാണ് ഇല്ലിക്കൽക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ കൂറ്റൻ പാറയാണ് ഇല്ലിക്കൽക്കല്ല്. മീനച്ചിലാറിൻ്റെ ഉത്ഭവം ഈ മലനിരകളിൽ നിന്നാണ്. മുകളിലോട്ടുള്ള വഴി ശരിയാക്കുവാൻ തോന്നുന്നു. അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു വെടിക്കെട്ട് മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പം മൊത്തം കോടയാണ്. താഴ്വരയിൽ മരങ്ങൾക്കിടയിൽ കോടകൾ നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല കൗതുകകരമായ കാഴ്ചയാണല്ലേ. എന്താണേലും മഴ പെയ്തത് നന്നായി, അല്ലെങ്കിൽ കോടയൊക്കെ കാണാൻ പറ്റാതെ വന്നേനെ. നല്ല കോടയുള്ളത് കൊണ്ട് കല്ല് കാണാൻ പറ്റുന്ന കാര്യം സംശയമാണ്. എന്നാലും ചെറിയ രീതിയിൽ ഇല്ലിക്കക്കല്ല് നമുക്ക് കാണാൻ സാധിക്കും. കോടമഞ്ഞും കുളിർക്കാറ്റും നിറഞ്ഞതാണ് ഇവിടുത്തെ കാലാവസ്ഥ. രാവിലെ 8 മണി മുതൽ 6:30 വരെയാണ് സന്ദർശന സമയം. നല്ല കോടയാണല്ലേ. ഇല്ലിക്കക്കല്ലിൻ്റെ മനോഹാരിത കുറച്ച് സമയം ഇവിടെ നിന്ന് നമുക്കൊന്ന് കണ്ടുകളയാം അല്ലേ. കോടമഞ്ഞ് ഉള്ളതുകൊണ്ട് നമുക്ക് കല്ല് ശരിക്കും കാണാൻ സാധിക്കുന്നില്ല. ഇടയ്ക്ക് മിന്നായം പോലെ കല്ലൊന്ന് കാണാൻ സാധിക്കും. ഇല്ലിക്കക്കല്ലിൽ 1.5 അടി മാത്രം വീതിയുള്ള നരകപ്പാലമുണ്ട്. പിന്നെ കുടയോട് സാമ്യമുള്ളതുകൊണ്ടും സർപ്പാകൃതിയിൽ ഉള്ളതുകൊണ്ടും കൂനൻകല്ല്, കുടക്കല്ലെന്നും വിളിക്കുന്നു. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഇടിയൊക്കെ കുടുങ്ങുന്നുണ്ട്. ഇടി സാധ്യത ഉള്ള ഏരിയ എന്നാണ് താഴെ എഴുതി വച്ചിരിക്കുന്നത്. എന്നാണേലും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പതിയെ മുകളിലോട്ട് പോവാം. ഇപ്പം ഇല്ലിക്കക്കല്ലൊന്ന് കാണാൻ സാധിച്ചു. താഴെ നല്ല രീതിയിൽ കോട കയറി വരുന്നുണ്ട്. മേളിൽ ചെല്ലുമ്പോൾ നമുക്ക് കല്ല് കാണാൻ സാധിക്കുമോ എന്ന് അറിയത്തില്ല. കോട മാറിയ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുവിധം കല്ലും കുഴിയെല്ലാം താണ്ടി മുകളിലെത്തിച്ചേർന്നു. എന്നാണെങ്കിലും നല്ല രീതിയിൽ കോട മാറി കല്ല് കാണാൻ സാധിക്കുമെന്നോർത്ത് 1/4 മണിക്കൂർ ചെലവഴിച്ചു. നടന്നില്ല. താഴെ വന്നു കഴിഞ്ഞപ്പോൾ കോടയും മാറി.
കുറേ നേരം കാത്തിരുന്നിട്ടും ജീപ്പൊന്നും വന്നില്ല. പിന്നെ വടക്കം വീരഗാഥയിലെ മമ്മൂട്ടിയുടെ ആ ഡയലോഗ് പ്രചോദനമായി. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് നടക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. താഴോട്ട് നടന്ന് വന്നപ്പോഴാണ് ജീപ്പ് കിട്ടാതിരുന്നത് നന്നായി എന്ന് ഓർക്കുന്നത്. അതുകൊണ്ട് താഴെയുള്ള വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് താഴോട്ട് പോകാൻ സാധിക്കുന്നു. വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇല്ലിക്കക്കല്ല്, ഇലവീഴ, പൂഞ്ചിറ, അയ്യമ്പാറ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ പാറക്കൂട്ടങ്ങളും ചുറ്റുമുള്ള മലനിരകളും താഴ്വരകളും സന്ദർശകരെ ആകർഷിക്കുന്ന ഒന്നാണ്. അര കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴാണ് ജീപ്പ് മുകളിലോട്ട് പോകുന്നത്. എന്നാണേലും ജീപ്പ് കിട്ടാതിരുന്നത് നന്നായി. കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പതിയെ അങ്ങ് പോവാം. പിന്നെ ഇറക്കമായതുകൊണ്ട് മടുപ്പും തോന്നത്തില്ല. നല്ല തണുത്ത കാറ്റും ഉണ്ട്. താഴ്വരയിൽ നിന്നൊക്കെ ആ കോടകളൊക്കെ വന്ന് അതുപോലെ നല്ല കുളിർ കാറ്റും ഉണ്ട്. താഴോട്ടൊക്കെ ഇറങ്ങാൻ നല്ല വൈബാണ്. അങ്ങനെ നമ്മൾ താഴെ എത്തി. താഴ്വരയിൽ നിന്ന് മലനിരയിലേക്ക് കോടകളൊക്കെ വരുന്ന കാഴ്ച കണ്ട് നിൽക്കാൻ തന്നെ തോന്നും. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വെടിക്കെട്ട് മഴ പിന്നെയും ആരംഭിച്ചു. അതുകൊണ്ട് വരുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇനി നമ്മൾ പോകുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ പുറകുവശത്തുള്ള വ്യൂ കാണാനാണ്. ഇപ്പോൾ പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ച കണ്ടപ്പം വണ്ടി ഒന്ന് നിർത്തി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ വ്യൂവിൻ്റെ തൊട്ട് മുമ്പായിട്ട് കോടകളാൽ ആവൃതമായ ഇല്ലിക്കക്കല്ലിൻ്റെ ഫ്രണ്ട് വ്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇല്ലിക്കക്കല്ലിൻ്റെ പുറകുവശത്തോട്ട് പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചയാണ്. 1-2 സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായി. ഇപ്പോൾ ഉണ്ടായതല്ല, നേരത്തെ ഉണ്ടായതാണ്. വഴിയെല്ലാം ക്ലിയർ ആയിരുന്നു. പിന്നെ ഒരു ചെറിയൊരു പേടിയുണ്ട്. പിന്നെ പ്രാർത്ഥിച്ച് അങ്ങ് മുമ്പോട്ട് പോയി. ഇല്ലിക്കക്കല്ലിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടു കഴിഞ്ഞാൽ ഭീമാകാരമായ എന്തോ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ അത് ഇല്ലിക്കക്കല്ല് തന്നെയാണ്. നല്ല മനോഹരമായ കാഴ്ച. മഴയായതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു. പക്ഷെ മഴ പെയ്തതുകൊണ്ട് ഇങ്ങനെയൊരു സീനറി കാണാൻ പറ്റി. അങ്ങനെ ഇല്ലിക്കക്കല്ലിൻ്റെ പുറകുവശത്തെത്തി. അവിടെ വന്നപ്പോഴും നല്ല കോടയാണ്. പിന്നെ ഇവിടുത്തെ കോട പെട്ടെന്ന് തന്നെ അങ്ങ് മാറി. അതുകൊണ്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഇല്ലിക്കക്കല്ല് കാണാൻ വരുന്നവർ ഇവിടെയും കൂടെയും വരണം. ഇവിടെ നല്ല മനോഹരമായ കാഴ്ചയാണ്. ആ കാണുന്നതാണ് ഇല്ലിക്കക്കല്ലിൻ്റെ പുറകുവശം. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഇല്ലിക്കക്കല്ലിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അറബിക്കടൽ കാണാൻ സാധിക്കും. 1-2 അപകടങ്ങൾ ഉണ്ടായതുകൊണ്ട് നാട്ടുകാരപ്പം ആരെയും അതിൻ്റെ മുകളിലോട്ട് കയറ്റാൻ അനുവദിക്കുകയില്ല. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, സൂര്യൻ അസ്തമിക്കുമ്പോൾ മറ്റൊരു സൂര്യനെ പോലെ ചന്ദ്രൻ ഉദിച്ചു വരുന്നത് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. നല്ലൊരു കാഴ്ചയാണത്.
തണുത്ത കാറ്റുള്ളത് കൊണ്ട് ഇവിടെ നിൽക്കാൻ നല്ല സുഖമാണ്. അതുപോലെ താഴ്വരയിൽ നിന്ന് കോടകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാനും ഒരു പുതപ്പ് പോലെ നിൽക്കുന്നത് കാണാനും നല്ല രസമാണ്. അതുപോലെ നല്ല മഴക്കാറുമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ദൂരെ ആ ടൗണൊക്കെ കാണാനാണേലും നല്ല കൗതുകകരമായൊരു കാഴ്ചയാണ്. മൂടൽ മഞ്ഞ് പോലെ കോടയൊക്കെ നിൽക്കുന്നതും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും അമർത്തുക. അടുത്ത വീഡിയോകൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്.